PSC ക്യാപ്സ്യൂൾ ലാൻഡ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് മൗലികാവകാശങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ തുടർന്നുള്ള പാർട്ടാണ് ചെയ്യുന്നത്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ് ഇന്ന് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. മൗലികാവകാശങ്ങളിൽ മൂന്നാമതായാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം വരുന്നത്. ചൂഷണത്തിനെതിരായ അവകാശത്തെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 23, 24 ആണ്. കൃത്യമായി പഠിക്കുക. 23, 24 ചൂഷണത്തിനെതിരായുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ അടിമത്തം, നിർബന്ധിച്ച് നമ്മൾ തൊഴിലെടുപ്പിക്കുന്നത് എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് 23. അത് ഓർത്ത് വെക്കണം. ഇതിന് മുൻപ് ചോദിച്ചതാണ്. ആർട്ടിക്കിൾ 23 അടിമത്തം നിരോധിച്ച ആർട്ടിക്കിൾ ഏതാണെന്ന് ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്, ദേവദാസി എന്ന പ്രാകൃത സമ്പ്രദായം വിലക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 23 ആർട്ടിക്കിൾ 23 ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ അടിമത്തം, ദേവദാസി എന്നീ സമ്പ്രദായങ്ങളൊക്കെ നിരോധിച്ചത് ഈ ആർട്ടിക്കിൾ 23 പ്രകാരമാണ്. അതുപോലെ തന്നെ നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുക, അത് തന്നെയാണ് അടിമത്തം എന്നുള്ളത്. നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുന്നതൊക്കെ നിരോധിച്ചത് ആർട്ടിക്കിൾ 23 പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അടിമത്തം നിരോധിച്ച ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത്. അനുച്ഛേദം 24. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ അപകട സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലെടുപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഈ അനുച്ഛേദം 24 പറയുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് പറയുന്ന ഗുണമേന്മയുള്ള മുദ്രയാണ് റഗ് മാർക്ക് എന്നുള്ളത്. അതിപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. ഗുഡ് വീവ് എന്ന് പറയുന്നത്, നമ്മുടെ റഗ് മാർക്ക് എന്ന് പറയുന്ന ആശയം ത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈലാഷ് സത്യാർത്ഥിയാണ്. ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന. ബച്വൻ ബച്ചാവോ ആന്തോളൻ എന്നാണ് ആ സംഘടനയുടെ പേര്. അതുപോലെ തന്നെ ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ആണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 10th ലെവൽ പ്രിലിംസിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബച്വൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്നുള്ളത് കൈലാഷ് സത്യാർത്ഥിയാണ്. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, എല്ലാവരും ഓർത്ത് വെക്കണം. ഇത്രയും കാര്യമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിന് പറയാനുള്ളത്. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23, 24 ഇത് മറക്കാതെ പഠിക്കുക. ഇനി എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായി ഒരു ചിട്ടയായി പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുതൽ നാളെ മുതൽ നമ്മൾ വിചാരിക്കുന്നത് തൊഴിൽ വാർത്തയിലുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഇടണം എന്നാണ്. ഞാൻ വായിക്കുന്നതിൻ്റെ കൂടെ ഞാൻ വീഡിയോസും അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എക്സാമിനെ മുൻപിൽ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ ഇടയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ കൃത്യമായി പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.